ഹായ് എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മൾ കാത്തിരുന്ന SSC CGL 2025 നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുകയാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും കിടിലൻ പോസ്റ്റുകൾ വരുന്ന SSC CGLന്റെ നോട്ടിഫിക്കേഷനാണ് നമുക്ക് ഇന്നലെ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ അവസരം അറിയുക. വളരെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നത്. നോക്കൂ, 9-ാം തീയതിയാണ്, അതായത് ഇന്നലെയാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്നത്. എന്ന് വരെ നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ ജൂലൈ 4-ാം തീയതി വരെ ഡേറ്റ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ജൂലൈ 4-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി പല ആളുകളുടെയും സംശയം, ഈ ജൂലൈ 4-ാം തീയതി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്നത്തേക്കായിരിക്കും പരീക്ഷ? ഒരു സംശയവും വേണ്ട. നമ്മുടെ ഫസ്റ്റ് ടയർ എക്സാം നടക്കുന്നത് 13th ഓഗസ്റ്റ് മുതൽ 30-ാം തീയതി ഓഗസ്റ്റ് വരെയാണ്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ജൂലൈയിൽ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻസിന്റെ ക്ലോസിങ്ങും ഓഗസ്റ്റിൽ നമുക്ക് പരീക്ഷയുമാണ്. ഇത്രയും വേഗത്തിൽ എക്സാമിനേഷനും അതുപോലെ തന്നെ ടയർ 1 പരീക്ഷയും കാര്യങ്ങളും ഒക്കെ നടത്തുന്ന ഒരു ബോഡി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഇത് വളരെ ഒരു അഡ്വാൻറ്റേജ് അല്ലേ? അപ്പം കേന്ദ്ര ഗവൺമെന്റ് ജോലി ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോബ് ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല അവസരമാണ് എന്തെന്ന് പറയുന്നത് SSC CGLന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. കൂടാതെ ഇതിന്റെ ടയർ 2 പരീക്ഷ എന്നാണ്? ഡിസംബറിലാണ്. അപ്പോൾ 13th ഓഗസ്റ്റ് മുതൽ 30-ാം തീയതി ഓഗസ്റ്റ് വരെ നടക്കുന്ന പരീക്ഷയുടെ റിസൾട്ട് 1 മന്തിനുള്ളിൽ തന്നെ വരും. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ്? ഡിസംബറിൽ ടയർ 2 പരീക്ഷ ഉണ്ടാവും. ഇത്രയും വേഗത്തിൽ എക്സാമിനേഷൻ പ്രോസസ് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് SSC CGLന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഞാൻ ഒരുപാട് വീഡിയോസിലൂടെ നമ്മുടെ വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. മക്കളെ, CGL എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ജോലിയിലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറേ പോസ്റ്റുകൾ ചേരുന്നതാണ് അല്ലേ? അപ്പോൾ ഇനിയും ഇത് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവരിത് മനസ്സിലാക്കുക. ഏതൊക്കെ പോസ്റ്റുകളാണ് വരുന്നത്? എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. എല്ലാ ആളുകൾക്കും, ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാ ആളുകൾക്കും ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഡിഗ്രി ഉള്ള ഒരാൾ പോലും ഇത് മിസ് ചെയ്യരുത്. ഇനി ഇത് ഇപ്പോഴെങ്ങാണോ അറിഞ്ഞവരുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്രാവശ്യത്തെ പരീക്ഷ മസ്റ്റായിട്ട് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്യുക. 2026-ലെ CGL എങ്കിലും പിടിക്കാൻ വേണ്ടിയിട്ട് വൃത്തിയായിട്ട് പഠിക്കുക. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന, +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പോൾ തന്നെ നിങ്ങളുടെ പഠനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഡേറ്റുകൾ മനസ്സിലായല്ലോ. ഇപ്പോൾ ഏകദേശം ഒരു 15,000-ഓളം വേക്കൻസിക്കാണ് ഇത് വിളിച്ചിരിക്കുന്നതെങ്കിലും ആ വേക്കൻസി ലിസ്റ്റൊക്കെ ഇമ്പ്രൂവ് ചെയ്യും. കുറേ ഇടത്തേയും കൂടെ അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 25,000 to 30,000 വരെയുള്ള വേക്കൻസീസ് CGL-ൽ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? നന്നായി പ്രിപ്പയർ ചെയ്യണം. അക്കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പ്രധാനപ്പെട്ട പോസ്റ്റുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോ. എന്താണ്? അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ. കണ്ടോ? അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ എവിടെയാ? നോക്കുകളെ, സെൻട്രൽ സെക്രട്ടേറിയറ്റ് സർവീസ്, ഇന്റലിജൻസ് ബ്യൂറോ. നോക്കൂ, IB ഇന്റലിജൻസ് ബ്യൂറോ. നോക്കൂ, അസിസ്റ്റന്റ് ഓഫീസർ മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, അസിസ്റ്റന്റ് ഓഫീസർ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്. നോക്കൂ മക്കളെ, ഈ പോസ്റ്റുകളൊക്കെ എന്ന് വെച്ചാൽ നോക്ക്, ഗ്രൂപ്പ് B പോസ്റ്റുകളാ. ഗ്രൂപ്പ് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് Bയുടെ കുറേ പോസ്റ്റുകൾ നടത്തുന്ന ആരാ? UPSC ആണ്. UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ബാക്കി ഗ്രൂപ്പ് എയും ബിയുടെ കുറെ പോസ്റ്റുകളും UPSC ആണ് നടത്തുന്നതെങ്കിൽ ബാക്കിയുള്ള നടത്തുന്ന ബോഡി ആരാ? സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനാ. നോക്കൂ, വളരെ അപ്പൊ UPSC സിവിൽ സർവീസ് എക്സാമിന് തൊട്ട് താഴെ വരുന്ന പരീക്ഷ, ഒരു മിനി സിവിൽ സർവീസ് എക്സാം എന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കാൻ സാധിക്കുന്ന പരീക്ഷയാണ് എന്തെന്ന് പറയുന്നത് SSC CGL എന്ന് പറയുന്ന പരീക്ഷ. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക. ഇനി എന്താണ്? നിങ്ങൾക്കറിയാം, CBI ഇൻസ്പെക്ടർ, എക്സൈസ് ഇൻസ്പെക്ടർ, പ്രിവെന്റീവ് ഓഫീസർ കസ്റ്റംസ്, ഇൻസ്പെക്ടർ എക്സാമിനർ, അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ, സബ് ഇൻസ്പെക്ടർ, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, CBI. കണ്ട, CBI കുറെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ കയറണമെന്ന് ആഗ്രഹിക്കുന്ന പോസ്റ്റുകളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും വളരെ താല്പര്യത്തോടു കൂടി നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങുക. നാളെ, അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് അപ്ലൈ ചെയ്യാൻ, ഒരുപാട് ദിവസം കഴിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിരിക്കേണ്ട. ഈ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഈ എക്സാമുകൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ തന്നെ എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെ കഴിഞ്ഞ വർഷത്തെയൊക്കെ കിടപ്പുണ്ട്, ഈ വർഷത്തെയും പുതുതായിട്ടുള്ളത് അപ്ഡേറ്റ് ചെയ്യും. നല്ല പോസ്റ്റുകളാണ്, ഇൻസ്പെക്ടർ പോസ്റ്റുകൾ, ഒരുപാട് യൂണിഫോം പോസ്റ്റുകൾ. കണ്ടോ മക്കളെ, 18 to 30 years ആണ് ഏജ് കേട്ടോ. 18 മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക്. ഡിഗ്രി വേണമായിട്ട് 18 എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. എങ്കിൽ പോലും നമ്മുടെ ഒരു 20 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഒരു നല്ല ജോലിയിൽ കയറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെറ്റർ പോസ്റ്റുകൾ. ആ സാലറി സ്കെയിലൊക്കെ നിങ്ങളൊന്ന് നോക്കി, എത്രയാ? 1,42,000 വരെ വരുന്ന
ബേസിക് പേ വരുന്ന എന്താണ് ബേസിക് പേ ആണ് പറഞ്ഞത്, ബേസിക് പേ വരുന്ന സ്കീമാണ്. ബേസിക്കിനകത്ത് പിന്നെ DA വരും, അലവൻസസ് വരും. അപ്പോൾ ആ സാലറി സ്കെയിൽ എവിടെ പോയി നിൽക്കും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് പേ ലെവൽ 6 വരുന്ന, പേ ലെവൽ 7 ആണ് നേരത്തെ പറഞ്ഞത്, പേ ലെവൽ 6 വരുന്ന നോക്കൂ 1,12,000 വരെ വരുന്ന അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ, എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, റിസർച്ച് അസിസ്റ്റന്റ്, ഡിവിഷണൽ അക്കൗണ്ട്, സബ് ഇൻസ്പെക്ടർ, NIA, ഓക്കെ, ഇങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കൊക്കെ എന്താണ് പേ ലെവൽ 6 ആണ് വിളിച്ചിരിക്കുന്നത്. നോക്കി അതെല്ലാം ഗ്രൂപ്പ് ബിയിലാണ് വരുന്നത്. ഓക്കെ, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, ഓഫീസർ സൂപ്രണ്ടന്റ് എല്ലാം ഗ്രൂപ്പ് ബിയിലാണ്. 18 മുതൽ 30 വയസ്സ് വരെയാണ് വരേണ്ടത്. അപ്പൊ ഗ്രൂപ്പ് പേ ലെവൽ 7ഉം പേ ലെവൽ 6ലും വരുന്ന പോസ്റ്റുകളെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി അതുപോലെ തന്നെ എന്തുണ്ട്, പേ ലെവൽ 5 എന്ന് പറഞ്ഞാലും കുറവൊന്നുമല്ല, 1 ലക്ഷം രൂപ വരെ ബേസിക് വരുന്ന പോസ്റ്റുകളാണ്. ഓഡിറ്റർ കണ്ടോ, ഓഡിറ്റർ പോസ്റ്റുകൾ കണ്ടോ, CGDA, മിനിസ്ട്രി ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ്, അക്കൗണ്ടന്റ് പോസ്റ്റുകൾ കണ്ടോ. ഇനി അതുപോലെ തന്നെ എന്തുണ്ട്, പേ ലെവൽ 4ൽ വരുന്ന കുറേ പോസ്റ്റുകളുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. പോസ്റ്റൽ അസിസ്റ്റന്റ്, സീനിയർ സെക്രട്ടറി, സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ്, ടാക്സ് അസിസ്റ്റന്റ് പോസ്റ്റുകൾ, സബ് ഇൻസ്പെക്ടർ, സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ്, ഇതെല്ലാം എന്താണ് പേ ലെവൽ 4ൽ വരുന്ന ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ്. 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വരുന്നത്. അപ്പൊ യങ്ങറായിട്ടുള്ള ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന മക്കളുമാർ ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇനി നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വയ്യെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, അവരതിൽ നിന്ന് മനസ്സിലാക്കിക്കോളും. ഇത്രയും വലിയ പരീക്ഷ ഓപ്പർച്യൂണിറ്റി വിളിച്ചത് അപ്ലൈ ചെയ്യാതെ പോകരുത്. ഇത് ആൺകുട്ടികൾക്ക് 100 രൂപയും പെൺകുട്ടികൾക്ക് സൗജന്യമായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷ. ഫീസൊന്നും, എക്സാമിനേഷൻ ഫീസൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. ഇനി ഏജ് റിലാക്സേഷൻസിനെ പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോണം. നമുക്ക് 18 മുതൽ 27 വയസ്സെന്ന് പറയുമ്പോൾ മാക്സ് 1998 മുതൽ ജനിച്ചവരും 2007 ഇടയ്ക്കുള്ളവരാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ഏജ് കാറ്റഗറി എന്ന് പറയുന്നത്. ഏതാ 18 to 27 വരെ വരുന്ന ഏജ് കാറ്റഗറി എന്ന് പറയുന്നത് ഈ ഒരു ഏജ് ലിമിറ്റാണ്. 20 to 30 എന്ന് പറയുമ്പോഴോ 95 to 2005 കണ്ടോ, 1830 95 to 2007, 18 to 32 93 മുതൽ 2007 വരെയാണ്. അപ്പോൾ ആ ഏജ്, ആ മന്തും ഡേറ്റും എല്ലാം വെച്ച് നിങ്ങളുടെ വയസ്സ്, ഏജ് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഏജ് ഉണ്ടെങ്കിൽ ഈ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യാം. കൂടാതെ ഏജ് റിലാക്സേഷൻസ് വരുന്നുണ്ട്. ആർക്കാണ് വരുന്നത്? SC/ST ആളുകൾക്ക് 5 years വരുന്നുണ്ട്, OBC ആളുകൾക്ക് 3 years വരുന്നുണ്ട്. അതുപോലെ ഫിസിക്കലി എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ളവർക്ക് 10 ഇയറോളം റിലാക്സേഷൻ വരുന്നുണ്ട്. എക്സ് സർവീസുകാർക്ക് റിലാക്സേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഇത്രയും വലിയൊരു അവസരം ഞാനിത് വീഡിയോയിലൂടെ എത്തിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാവരും കുറേ പേര് PSCയുടെ പുറകെ പോകുമ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇത്രയും വലിയ ഒരു പോസ്റ്റ് ഉണ്ട്. നമ്മൾ സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും എഴുതാം, അല്ലെങ്കിൽ സിവിൽ സർവീസ് എന്ന് പറഞ്ഞ് മാത്രം പോകാതെ ഈ ഒരു വലിയ ചാൻസിനെ പറ്റി നമ്മുടെ എല്ലാ ആളുകളും മനസ്സിലാക്കുക. ഇനി എന്താ പഠിക്കേണ്ടതെന്ന് കൂടി ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞുതരാം. എന്താ പഠിക്കേണ്ടത്? റീസണിങ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിക്കണം. അതുപോലെ തന്നെ ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിക്കണം. ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, ജനറൽ സയൻസ് സബ്ജക്റ്റുകൾ. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് QA, മാത്സ് പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം. ഓക്കെ, ഈ 4 സബ്ജക്റ്റുകൾ എല്ലാത്തിനും ഈക്വൽ വെയിറ്റേജാണ് കേട്ടോ. പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉള്ള എവിടെ? ജനറൽ അവയർനെസ്സിനകത്ത്. ബാക്കിയെല്ലാം കൃത്യ സിലബസ് വെച്ച് കവറപ്പ് ചെയ്യുമ്പോൾ ജനറൽ അവയർനെസ് ഇച്ചിരി കടൽ പോലെ കിടക്കുകയാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ ഇപ്പം ദിശയുടെ തന്നെ യൂട്യൂബ് ചാനലിൽ ഇഷ്ടം പോലെ ക്ലാസ്സുകളുണ്ട്. ദിശയുടെ ഓഫ്ലൈൻ അക്കാഡമികൾ കേരളത്തിൽ 5 അവൈലബിൾ ആണ്. തൃശ്ശൂർ, കോഴിക്കോട്, കൊല്ലം, കൊട്ടാരക്കര, ട്രിവാൻഡ്രം. അതുപോലെ ദിശയുടെ തന്നെ ലേണിംഗ് ആപ്ലിക്കേഷൻസ് വഴിയും കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പുതിയ CGLന്റെ ലൈവ് ബാച്ചുകൾ ഈ വരുന്ന ദിവസങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഓരോ സെക്ഷനിലെയും മാർക്കുകൾ സ്കോർ ചെയ്യുന്നത് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. 100 ക്വസ്റ്റ്യൻസ് 200 മാർക്ക്. മക്കളെ 60 മിനിറ്റ്, 1 മണിക്കൂർ സമയം. ഈ പരീക്ഷ നിങ്ങൾ ടയർ 1 എക്സാം ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തിലേക്ക് പോകാൻ സാധിക്കും? ഒരു ടയർ 2 പരീക്ഷ കൂടിയേ ഉള്ളൂ മക്കളെ. ഇന്റർവ്യൂവോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ടയർ 2 2.5 മണിക്കൂർ വരുന്ന ടയർ 2 എക്സാം ആണ് ഏറ്റവും പ്രാധാന്യം. എന്താണ് അതിനകത്ത് വരുന്നതെന്ന് കൂടി ഒന്ന് മനസ്സിലാക്കിയോ. എന്താണ് സെക്ഷൻ 1, 2, 3 എന്ന് പറഞ്ഞാണ് പരീക്ഷകൾ നടക്കുന്നത്. സെക്ഷൻ 1ൽ വരുന്നത് മാത്സ്, QAയും RAയും ആണ് വരുന്നത്. അതുപോലെ സെക്ഷൻ 2ൽ വരുന്നത് ഇംഗ്ലീഷും ജനറൽ അവയർനെസ്സും ആണ്. ക്വസ്റ്റ്യനുകളുടെ വെയിറ്റേജ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ.
മാർക്കുകളുടെ വെയിറ്റേജ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. *3 ആണ് വന്നിരിക്കുന്നത്. കണ്ടോ, *3 ആണ് വന്നിരിക്കുന്നത്. പിന്നെ സെക്ഷൻ 3 ഒരു കമ്പ്യൂട്ടർ ടെസ്റ്റും ഉണ്ട്, നിങ്ങളെ ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ട്. 20 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, 60 മാർക്കാണ് ക്വാളിഫയിങ് ആയിട്ട് വരേണ്ടത്. ഡേറ്റ എൻട്രിയും ക്വാളിഫയിങ് നേച്ചറിൽ ഇത് രണ്ടും ക്വാളിഫയിങ് നേച്ചറിൽ നടക്കുന്ന എക്സാമുകളാണ്. അപ്പോൾ കൃത്യമായിട്ട് ടയർ 1നും ടയർ 2നും 2 സാധനങ്ങൾ പഠിക്കണോ? വേണ്ട. ടയർ 1നും ടയർ 2നും മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, ജനറൽ അവയർനെസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ചേരുന്നതാണെന്ന് കൃത്യം പാക്ഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വരുന്ന CGL പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടും. ഇല്ലെങ്കിൽ ഇത് മനസ്സിലാക്കുന്ന ആളുകൾ വൃത്തിയായി ഇതൊരു അറ്റംപ്റ്റ് ആയിട്ട് എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അടുത്ത പ്രാവശ്യത്തെ CGL 2026 CGL ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നേടുക. ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ CGL തന്നെ ഉറപ്പായിട്ടും നേടിയെടുക്കാൻ സാധിക്കും. ഓൾ ദി ബെസ്റ്റ്. ദിശ അക്കാഡമിയുടെ സൈഡിൽ നിന്ന് ഈ ഒരു വിവരം ഇത്രയും പെട്ടെന്ന് നിങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.